അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരികളെ, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ കൊണ്ട് വിഷമത്തിലാണോ? സാമ്പത്തിക തളർച്ചയും കടബാധ്യതകളും കാരണം ജീവിതം മടുത്തോ? എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ, ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾ മാറാൻ ഇനി പറയാൻ പോകുന്ന മഖാമിലേക്ക് ഒരു സൂറത്ത് യാസീൻ നിങ്ങൾ ഓതുമോ? എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാൻ കഴിയുന്നതാണ്. ഇൻഷാ അള്ളാഹ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ജാതി മത ഭേദമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം പകരുന്ന അവിടുത്തെ മഖാമിൻ്റെ ചരിത്രവും കറാമത്തുകളുമാണ് നമ്മൾ ഈ വീഡിയോയുമായി പങ്കുവയ്ക്കുന്നത്. ഇൻഷാ അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതാണ് ആ മഖാം എന്ന് പറഞ്ഞു തരാം. തമിഴ്നാട്ടിലെ അതിപ്രശസ്തമായ ആറ്റങ്കര മഖാമിലേക്കാണ് ഒരു യാസീൻ നെയ്യത്ത് വെച്ച് ഞാൻ ഓതാൻ പറഞ്ഞത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ രാധാപുരം താലൂക്കിലുള്ള ആറ്റങ്കര എന്ന മനോഹരമായ തീരപ്രദേശ ഗ്രാമത്തിലാണ് ഈ മഖാം സ്ഥിതി ചെയ്യുന്നത്. അറേബ്യയിലെ ബജൽ എന്ന സ്ഥലത്ത് നിന്നും 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലേക്ക് ഇസ്ലാം പ്രബോധനവുമായെത്തിയ 2 മഹത്തുക്കളുടെ മഖാമാണിത്. ഹസ്രത്ത് മുഹമ്മദ് ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അവരുടെ പ്രിയപത്നി സയ്യിദ് അലി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും മഖാമാണിത്. അവർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സഞ്ചരിച്ച കപ്പൽ ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് ദിശ മാറി തിരുനെൽവേലിയിലെ കാട് മൂടിക്കിടക്കുന്ന ഒരു കടൽ തീരത്ത് കരയ്ക്കടുക്കുകയും ചെയ്തു. അവിടെ വെച്ച് അവർ പ്രബോധനം ആരംഭിച്ചു. ജാതി മത ഭേദമില്ലാതെ ജനങ്ങൾ സ്നേഹിച്ച ആ മഹത്തുക്കളുടെ പെരുമാറ്റം കണ്ട് നാട്ടുകാർക്ക് അവരോട് വലിയ ബഹുമാനവും സ്നേഹവും തോന്നി. ഒരു ദിവസം സയ്യിദ് അലി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നദിയിൽ നിന്ന് വെള്ളമെടുത്ത് വരുമ്പോൾ കണ്ടത് പ്രിയപ്പെട്ട ഭർത്താവ് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു കിടക്കുന്നതാണ്. ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അടുത്തേക്ക് ചെന്ന ബീവിയോട് അവിടെയുണ്ടായിരുന്ന ആ സർപ്പം അത്ഭുതകരമായി സംസാരിച്ചു. ബീവി, നിങ്ങൾ വിഷമിക്കേണ്ട. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തതാണ്. തുടർന്ന് ആ പാമ്പ് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ആ മഹാനവറുകളെ ആ നദിക്കരികിൽ തന്നെ മറവു ചെയ്ത ശേഷം ബീവി പ്രബോധനവുമായി മുന്നോട്ടു പോയി. മഹദിയുടെ ജീവിതകാലത്ത് തന്നെ രോഗശാന്തിക്കായും പ്രയാസങ്ങൾ മാറാനും അന്യമതസ്ഥരടക്കം വലിയ ജനപ്രവാഹമാണ് അങ്ങോട്ട് ഒഴുകിയെത്തിയത്. ഒടുവിൽ തൻ്റെ ഭർത്താവിൻ്റെ വിയോഗം പോലെ തന്നെ തനിക്കും മരണം വേണമെന്ന ബീവിയുടെ ആഗ്രഹപ്രകാരം അള്ളാഹു അവരെയും തിരിച്ചു വിളിച്ചു. അവരുടെ ഭൗതിക ശരീരം ഭർത്താവിൻ്റെ ഖബറിനരികിൽ തന്നെ മറവു ചെയ്തു. ആ രാത്രിയിൽ നാട്ടുകാർക്ക് ഉണ്ടായ ഒരു സ്വപ്ന ദർശന പ്രകാരമാണ് അവിടെ കാണുന്ന മതിൽക്കെട്ടും പള്ളിയും നിർമ്മിക്കപ്പെട്ടത്. ആറ്റങ്കരയിലെ ഇന്നത്തെ അത്ഭുത കറാമത്തുകൾ. ജീവിച്ചിരുന്നപ്പോൾ എന്നതുപോലെ വഫാത്തിനു ശേഷവും ജനങ്ങൾ ആശ്വാസത്തിൻ്റെ പറുദീസയായാണ് ആറ്റങ്കര മഖാം കാണുന്നത്. ഇന്നും അവിടെ സിയാറത്തിനായി ഏറ്റവും കൂടുതൽ എത്തുന്നത് മുസ്ലിങ്ങളല്ല, മറിച്ച് ഇതര മതസ്ഥരായ സഹോദരങ്ങളാണ്. തീർത്ഥാടകരും ദാരിദ്ര്യവുമായി ആരും ഇവിടെ പട്ടിണി കിടക്കാറില്ല. ആ മഖാമിൽ വരുന്നവർ നേർച്ച കൊണ്ടുവരുന്ന അരിയും പണവും കൊണ്ട് 3 നേരം അവിടെ സൗജന്യമായി ഭക്ഷണം നൽകുന്നു. അവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചാൽ ഒരു പാമ്പ് അവരെ പിന്തുടർന്ന് ശല്യം ചെയ്യും. ഒടുവിൽ മോഷ്ടിച്ച സാധനം മഖാമിൽ തിരികെ വെച്ചാൽ മാത്രമേ ആ ശല്യം മാറുകയുള്ളൂ. യാസീൻ നേർച്ചയാക്കിയാലുള്ള ഫലം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, ഡോക്ടർമാർ വരെ കൈയൊഴിഞ്ഞ മാറാരോഗങ്ങൾ മാറി, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായി, കടങ്ങൾ വീടിയ എത്രയോ അനുഭവങ്ങൾ ഈ മണ്ണിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മാറാരോഗങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മാറാത്ത രോഗങ്ങൾ ഉണ്ടെങ്കിലോ ശത്രുശല്യം, കൂടോത്രം, കണ്ണേറ് എന്നിവ കാരണം ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ആറ്റങ്കര മഖാമിലേക്ക് ഒരു സൂറത്ത് യാസീൻ നേർച്ചയാക്കുക.
നല്ല വിശ്വാസത്തോടെ യാസീൻ ഓതി അള്ളാഹുവിലേക്ക് ദുആ ചെയ്താൽ നിങ്ങളുടെ പ്രയാസത്തിന് ഉടൻ ഉത്തരം ലഭിക്കുമെന്നത് തീർച്ചയാണ്. അള്ളാഹു ഈ മഹത്തുക്കളുടെ ദറജ ഉയർത്തി നൽകട്ടെ. ആമീൻ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉള്ളപ്പോൾ ഈ മക്കാമിലേക്ക് ഒരു യാസീൻ നേർച്ച വയ്ക്കുക. ഇൻഷാ അള്ളാ. ഒരു യാസീൻ ഓതാൻ അധിക സമയമൊന്നും ആവശ്യമില്ല. എന്നാൽ യാസീൻ ഓതി ലഭിക്കുന്ന ഫലം നമ്മളുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടാകും. അള്ളാഹു ഓതുവാനും ഇത് കേൾക്കുവാനും എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത നല്ല അറിവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.